ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ്. ട്രാവൽ വ്ളോഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇത് ഞങ്ങളൊരു 6 month മുന്നേ പോയ ഒരു ട്രിപ്പാണ്. അതിൻ്റെ കുറേ വീഡിയോകൾ എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സാംബിയയിലെ വളരെ ഫേമസ് ആയ ലിവിങ്സ്റ്റൺ എന്ന സ്ഥലത്തെ വിക്ടോറിയ വാട്ടർഫോൾസ് കാണാനായിരുന്നു ഞങ്ങളുടെ ഈ യാത്ര. സാംബിയയിലെ ക്യാപിറ്റൽ സിറ്റിയായ ലുസാക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇവിടെ നിന്നും ലിവിങ്സ്റ്റണിലോട്ട് 500 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ അതിരാവിലെ തന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. പോകുന്ന വഴിയിലെല്ലാം റെസ്റ്റോറൻറ്റ്സൊക്കെ വളരെ കുറവാണ്. ഉള്ളതിലാണെങ്കിൽ നമ്മുടേതായ ഫുഡൊന്നും കിട്ടാനും വഴിയില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഫുഡെല്ലാം നമ്മൾ കയ്യിൽ കരുതിയിരുന്നു. അങ്ങനെ ഇടയ്ക്ക് വെച്ച് അതെല്ലാം കഴിച്ച് കുറച്ച് റിലാക്സ് ചെയ്ത് പതുക്കെ നമ്മൾ ഉച്ചയായപ്പോഴത്തേക്ക് ലിവിങ്സ്റ്റൺ എത്തിയായിരുന്നു. ലുസാക്കയിൽ നിന്ന് ഞങ്ങൾക്ക് 7 മണിക്കൂർ എടുത്തു ലിവിങ്സ്റ്റണിലെത്താൻ. അവിടെ എത്തിയതും ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി. ഞങ്ങൾ ഒരാഴ്ച മുന്നേ തന്നെ റൂമെല്ലാം ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെ റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ നമ്മൾ പതുക്കെ റെഡിയായി പുറത്തേക്ക് വന്ന് എന്നിട്ട് നമ്മൾ ബോട്ടിങ്ങിന് പോകാൻ തീരുമാനിച്ചു. 4 മണി തൊട്ട് 6 മണി വരെ ബോട്ടിങ്ങിന് പോകാൻ ഉള്ള സമയം. അത് മെയിനായിട്ട് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ നേരെ ഒരു 3:30 ആയപ്പോഴത്തേക്ക് ബോട്ടിങ്ങിൻ്റെ അവിടേക്ക് പോയി അതിനുവേണ്ടി ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നു. 4 മണിക്കാണ് അത് സ്റ്റാർട്ടാവുന്നത്. നമ്മൾ ഈ യാത്ര പോകുന്ന സമയത്ത് എൻ്റെ ചെറിയ മോൾക്ക് 1 വയസ്സ് മാത്രമേ ആയിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നക്കൂട്ടി ഒന്നും എവിടെയൊക്കെ പോകണം, എന്തൊക്കെ കാണണം അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിരുന്നില്ല. അവിടെ ചെന്ന് അവളുടെ കംഫർട്ട് അനുസരിച്ചിട്ട് എന്തൊക്കെയാണോ കാണാൻ പറ്റുന്നത് അതൊക്കെ കാണാം. ഈ കാണുന്നത് നമ്മൾ ബോട്ട് ക്രൂസിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിയായിരുന്നു. അതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം നിറയെ ആനകളായിരുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ നിർത്തി ആനയെല്ലാം കണ്ടു. എന്നിട്ടാണ് നമ്മൾ ബോട്ട് ക്രൂസിൻ്റെ അടുത്തേക്ക് പോയത്. വാവയ്ക്ക് ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അവളത് നല്ല പോലെ എൻജോയ് ചെയ്തു. അപ്പോഴത്തേക്ക് നമുക്ക് ബോട്ടിൽ കയറാൻ ടൈമായിരുന്നു. നമ്മളങ്ങനെ ബോട്ടിൽ കയറി. ഇതങ്ങനെ പ്ലാൻ ചെയ്തെടുത്ത വീഡിയോ ഒന്നും ആയിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ബോട്ടിൻ്റെ ഒന്നും അങ്ങനെ ഫുള്ളായിട്ടൊരു വീഡിയോ ഒന്നും എടുത്തതില്ല ഇതിൽ. ഇത് കാണാതെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ആഫ്രിക്കൻ ക്യൂ എന്ന് പറഞ്ഞൊരു ബോട്ട് ക്രൂസ് അതിലാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളൊക്കെ കാണാതെ ഇങ്ങനെ നല്ല ഭംഗിയാണ്. വുഡിൻ്റെയൊക്കെ വെച്ചിട്ട് നല്ല പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇരിക്കാനാണെങ്കിലും നല്ല സ്ഥലം ഉണ്ടായിരുന്നു. നമ്മളൊരു നോർമൽ വീക്കെൻഡിലാണ് ഈ ട്രിപ്പ് പോയത്. അതുകൊണ്ട് തന്നെ വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലാത്ത സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും, ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനെ ഇതിപ്പോൾ സാധാ ഒരു വീക്കെൻഡായിരുന്നു. ഒട്ടും പ്ലാൻ ചെയ്യാതെയുള്ള ട്രിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 2 ആഴ്ചത്തെ തീരുമാനം. നമ്മളുടെ കൂടെ ഒരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരും പോകാമെന്ന് തീരുമാനിച്ചപ്പോൾ അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചൊരു പോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല പോലെ എൻജോയ് ചെയ്യാൻ പറ്റി. അധികം തിരക്കൊന്നും ഇല്ലാതെ ഉള്ളതുകൊണ്ട്. ഈവനിങ് 4 to 6 ആയിരുന്നു നമ്മുടെ ബോട്ട് ക്രൂസിൻ്റെ ടൈം. അപ്പോൾ ആ ഒരു സമയത്ത് അവർ നമുക്ക് സ്നാക്സ് ഡ്രിങ്ക്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം കഴിച്ചിട്ട് പിന്നെ അങ്ങോട്ട് കാഴ്ച കാണലായിരുന്നു. നല്ല രസം അത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. നമുക്ക് ആ സമയം പോകുന്നേ അറിയില്ല. പിന്നെ വലിയ ക്ലൈമറ്റ് ആണെങ്കിലും ജൂലൈ ലാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഭയങ്കര ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. തണുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ പിള്ളേർക്കാണെങ്കിലും നല്ല പോലെ കാഴ്ചകൾ കാണാൻ പറ്റി. ഇത്രയും ദൂരം യാത്ര ചെയ്ത് പോകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ വാവ എങ്ങനെയായിരിക്കും, വാശി പിടിക്കുമോ, ഞങ്ങൾക്ക് എങ്ങോട്ട് പോകാൻ പറ്റില്ലേ, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അവൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു 3 ദിവസം ഒരു വാശിയില്ലാതെ നല്ലപോലെ ആ ഒരു ട്രിപ്പിനെ എൻജോയ് ചെയ്തു. നമ്മൾ കാര്യമായിട്ട് 4 to 6 ബോട്ട് ക്രൂസ് ചൂസ് ചെയ്തത് സൺസെറ്റ് കാണാനായിരുന്നു. അതിപ്പോൾ കാണാൻ തുടങ്ങി. സൂര്യൻ അസ്തമിക്കാറായി. എന്ത് ഭംഗിയാണല്ലേ ഇതിങ്ങനെ കാണാൻ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ്.
ഈ റിവറിന്റെ സൈഡിലായിട്ടാണ് അവിടുത്തെ നാഷണൽ പാർക്ക് ഉള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ പോകുമ്പോൾ സൈഡിൽ അതിൻ്റെ ഉള്ളിൽ അനിമൽസിനെല്ലാം കാണാൻ കഴിയുമായിരുന്നു. നമ്മളങ്ങനെ ആന, ഹിപ്പോ, ക്രോക്കഡൈൽ അതിനെല്ലാം കണ്ട്. അങ്ങനെ മക്കളൊക്കെ നല്ലപോലെ കാഴ്ചകൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് സൈഡിൽ അനിമൽസിനെ കാണുന്നുണ്ട്, അതാ ഇവർ പുറത്തോട്ട് നോക്കിയിരിക്കുന്നത്. അങ്ങനെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ സമയമായി. അവിടുന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. കുഞ്ഞിന് വേണ്ടതും നമുക്ക് വേണ്ടതും എല്ലാം നമ്മൾ മുന്നക്കൂട്ടി വിളിച്ചു പറഞ്ഞായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ടും വയറ് നിറച്ച് കേരള ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ സുഖമായി കടന്നുറങ്ങി. കേരള ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല, അവിടെ ഒരു മലയാളി ഫാമിലി ഉണ്ടായിരുന്നു. അവർ നമുക്ക് ഹോംലി ഫുഡെല്ലാം ഉണ്ടാക്കി തരുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വാവയുടെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ റൂമിൽ പോയി നല്ലപോലെ ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ തന്നെ ഞങ്ങൾ വിക്ടോറിയ വാട്ടർഫോൾസ് കാണാൻ പോയി. ഞങ്ങളവിടെ പോയ സമയത്ത് അവിടുത്തെ വെള്ളത്തിൻ്റെ അളവെല്ലാം കുറഞ്ഞു തുടങ്ങിയിരുന്നു. മുമ്പൊരിക്കൽ ഒരു ഏപ്രിൽ ഞങ്ങൾ അവിടെ പോയിരുന്നു. ആ സമയത്ത് നിറച്ചു വെള്ളമായിരുന്നു. ഞങ്ങൾ റെയിൻകോട്ട് ഇട്ടിട്ട് പോലും ഫുള്ള് നനഞ്ഞായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു കാണാൻ. വേൾഡ് നാച്ചുറൽ വണ്ടേഴ്സിൽ ഒന്നാണ് വിക്ടോറിയ വാട്ടർഫോൾസ്. ലോകത്തിലെ ലാർജസ്റ്റ് വാട്ടർഫോൾസിൽ ഒന്നാണ് വിക്ടോറിയ വാട്ടർഫോൾസ് എന്നാണ് പറയുന്നത്. സാംബിയ, സിംബാവ എന്നീ രാജ്യങ്ങളുടെ ബോർഡറിലായിട്ടാണ് വിക്ടോറിയ വാട്ടർഫോൾസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വാട്ടർഫോൾസിൻ്റെ ഭംഗിയെല്ലാം നല്ലപോലെ ആസ്വദിച്ച് ഞങ്ങൾ. എന്നിട്ട് പിന്നെ അവിടുന്ന് നേരെ ബിഗ് ഫൈലേക്കാണ് പോയത്. അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടായിരുന്നു അനിമൽസുമായിട്ട്.
നമുക്ക് വേണമെങ്കിൽ ലൈൻ്റെ അടുത്തെല്ലാം പോയി നിൽക്കാമായിരുന്നു. അപ്പോൾ ഏട്ടൻ മാത്രം ലൈൻ്റെ അടുത്ത് പോയി നിന്നു കുറച്ച് നേരം. ഞങ്ങൾക്കൊന്നും അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ മോൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സിപ്പ് ലൈൻ ചെയ്യാൻ. അപ്പോൾ എനിക്ക് അവളെ ഒറ്റയ്ക്ക് സിപ്പ് ലൈൻ ചെയ്യാൻ വിടാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ പോയപ്പോൾ എങ്ങനെ ഏട്ടനും അവളും കൂടെ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടാളും കൂടെ ചെയ്ത്. അങ്ങനെ മോളുടെ ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു, അതും അങ്ങ് സാധിച്ചു. അങ്ങനെ കഴിയാവുന്ന കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി. ഭക്ഷണം കഴിച്ചു. അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾക്ക് തിരിച്ചു പോരേണ്ട ദിവസമായിരുന്നു. ഞങ്ങൾ രാവിലെ തന്നെ റെഡിയായി റൂമെല്ലാം ചെക്കൗട്ട് ചെയ്തു. രാവിലെ പെട്ടെന്ന് തന്നെ റെഡിയായത് കാരണം ഞങ്ങൾക്ക് കുറച്ചും കൂടെ സമയം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ചു വിക്ടോറിയ ഫോൾസ് ബ്രിഡ്ജ് കൂടെ കണ്ടിട്ട് പോവാന്ന്. ഈ ബ്രിഡ്ജിൻ്റെ ഒരു സൈഡ് സാംബിയയിലും അടുത്ത സൈഡ് സിംബാബ്വേയിലാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയി ബ്രിഡ്ജിൽ നിന്നിട്ടുള്ള വാട്ടർഫോൾസിൻ്റെ വ്യൂ എല്ലാം കണ്ടു. അത് കഴിഞ്ഞ് തിരിച്ച് സൈക്കിളിലാണ് ഞങ്ങൾ കാറിൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ അവിടുന്ന് നമ്മൾ അധികം നിന്നില്ല, നേരെ തിരിച്ചു ലുസാക്കയ്ക്ക് പോരാന്ന് വെച്ച്. പോരുന്ന വഴിയിൽ നമുക്ക് അനിമൽസിനൊക്കെ കാണാൻ പറ്റി. അങ്ങനെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. ഞങ്ങളുടെ ചെറിയൊരു ട്രാവൽ വ്ലോഗ് നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.